This is Skoda Slavia, the SUV of sedan. Welcome to another episode of Turbo Drive Auto Show on Media One. Skoda Rapid നിർത്തിയതിനു ശേഷം സ്കോഡ അവതരിപ്പിച്ചൊരു വാഹനമാണ് സ്കോഡ സ്ലാവിയ. ഒരു മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്ലാവിയ എന്ന് പറയുന്നത്. നമുക്കറിയാം വെർണയും സിറ്റിയുമായിരുന്നു ആ ഒരു സെഗ്മെൻറ്റ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സെഗ്മെൻറ്റിലേക്ക് പുതിയൊരു എൻട്രി ആയിരുന്നു സ്കോഡയുടെ സ്ലാവിയ. ഈവൻ വോക്സ്വാഗൻ വെർച്ചസ് പോലും ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ സ്കോഡയുടെ എല്ലാ ആ ഒരു DNA നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റാപ്പിഡിലും മറ്റു വാഹനങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം ഗ്രിൽ എലമെൻ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ചെറിയ ഒരു ഡിസൈൻ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഗ്രില്ലിൻ്റെ എലമെൻറ്റ് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്കോഡയുടെ വലിയൊരു ലോഗോ കാണാം. ബോണറ്റിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പവർ ബൾജുകൾ കൊടുത്തിട്ടുണ്ട്. LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. താഴെ നമുക്ക് ക്രോം എലമെൻറ്റ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു അടിഭാഗത്തായിട്ട് ഒരു ഹണികോം എലമെൻറ്റിൻ്റെ ഗ്രിൽ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. സ്കോഡ സ്ലാവിയ ഇത്ര പോപ്പുലർ ആകാൻ കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. 145 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു സെഡാന് ഇത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടുവന്നത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ഹുണ്ടായി വെർണ, ഹോണ്ട സിറ്റി പോലുള്ള വാഹനങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പ്രശ്നമായിരുന്നെങ്കിൽ സ്ലാവിയാണ് അത് പരിഹരിച്ചത്. 145 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ മിനറൽ വാട്ടറിൻ്റെ 1 ലിറ്റർ മിനറൽ വാട്ടറിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിന്. ഒരു ഡ്യുവൽ ടോൺ കളറിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസ് ആണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. ഇതിൽ ഓട്ടോ ഡിസ്ക് വൈപ്പിംഗ് എന്നുള്ള ഒരു ഫീച്ചേഴ്സോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു സേഫ്റ്റി എലമെൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം. മിററിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സ്കോഡയുടെ ഒരു ബാഡ്ജിങ് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു ക്രോം എലമെൻറ്റ് കാണാൻ കഴിയും. റിക്കോ സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറിലും ക്രോം എലമെൻറ്റിൻ്റെ പാറ്റേൺ കാണാൻ കഴിയും. ഫ്രണ്ടിലെ ബോണറ്റിൽ കണ്ടിട്ടുള്ള ആ ഒരു പവർ ലൈൻസുകളും ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസൈൻ കുറച്ചുകൂടി ഒരു ആസ്പിറേഷൻ ഉള്ള ഒരു ഡിസൈനാണ് സ്കോഡ സ്ലാവിയയുടേത്. 521 ലിറ്ററാണ് സ്കോഡ സ്ലാവിയയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ബാക്കിലെ സീറ്റ് ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഏകദേശം 1000 ലിറ്ററിനടുത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതും ഈ ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കൂടാതെ നമുക്ക് ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. കൂടാതെ കീ ഉപയോഗിച്ച് നമുക്ക് ഈവൻ വാഹനം ലോക്ക് ആണെങ്കിൽ പോലും നമുക്ക് കീ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. കൂടാതെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. സ്കോഡ സ്ലാവിയ 2 എഞ്ചിൻ ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. 1 ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്റർ എഞ്ചിനും. 1 ലിറ്റർ 115 HP പവറും 178 Nm ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 എഞ്ചിനാവുമ്പോൾ 150 HP പവറും 250 Nm ടോർക്കുമാണ്. അതുപോലെ തന്നെ 3 ഗിയർ ട്രാൻസ്മിഷനിൽ നമുക്ക് ലഭ്യമാണ്. 1 ലിറ്ററിൽ നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാണ്. 1.5 വരുമ്പോഴത്തേന് 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ വേറെ ഹൈലൈറ്റ് ഉള്ളത് ഇതിന് ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു എന്തൂസിയാസം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എലമെൻറ്റും സ്കോഡ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഒക്കെ അത്യാവശ്യം നല്ല മികച്ച സ്റ്റിയറിംഗ് ഫീഡ്ബാക്കാണ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ സ്റ്റിയറിംഗിൽ നമുക്ക് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റിന് വെന്റിലേഷൻസ് ഉണ്ട്. ഡ്രൈവിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം നല്ല മികച്ച പെർഫോമൻസ് തരുന്ന നല്ല എന്തൂസിയാസം കീപ്പ് ചെയ്യുന്ന ഒരു നല്ല എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പ്രത്യേകിച്ച് 1.5 ലിറ്റർ എഞ്ചിൻ. ഇതിൽ 250 Nm ടോർക്കുമാണ്. ആക്ച്വലി അത് വളരെ മാരകമായിട്ടുള്ള ഒരു ടോർക്ക് തന്നെയാണ്. നല്ല പവർ, നല്ല രീതിയിലായിട്ട് നമുക്ക് വാഹനം പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈവൻ ഡ്രൈവ് മോഡുകൾ 2 മോഡുകളുണ്ട്, നോർമലും അതുപോലെ തന്നെ സ്പോർട്ടും. ഈവൻ നോർമൽ ഡ്രൈവ് മോഡുകളിൽ പോലും നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പോർട്സിലേക്ക് ഇടുവാണെങ്കിൽ വാഹനത്തിൻ്റെ സ്വഭാവം എൻ്റെ ഡിഫറെൻ്റ് ആകുകയാണ്. നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സൺറൂഫ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ്, സീറ്റ് വെന്റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ലാവിയയിൽ കൊടുത്തിട്ടുണ്ട്. 13 to 18 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് പറയുന്നത്. കൂടാതെ സിലിണ്ടർ ഡീആക്ടിവേഷൻ പോലുള്ള ടെക്നോളജിയൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹൈവേ ക്രൂസിങ്ങിൽ 4 സിലിണ്ടർ മാറി അതൊരു 2 സിലിണ്ടറിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. സോ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം റെസ്പോൺസീവായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയേർഡും വയർലെസ്സുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. പക്ഷേ വേറൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് കോൾ കണക്ട് ചെയ്യാനോ ഡിസ്കണക്ട് ചെയ്യാനോ ഉള്ള ഫംഗ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈവൻ ഇതിൻ്റെ കോമ്പറ്റീറ്റർ വാഹനങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഒരു മറ്റു വാഹനങ്ങൾ ലഭ്യമാണ്. അതേസമയം സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ട് ഒരു കൺട്രോൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് സ്ക്രീനിലേക്ക് നോക്കാതെ നമ്മുടെ ശ്രദ്ധ മാറാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. കൂടാതെ എയർ പ്യൂരിഫയർ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കൂടാതെ ഗ്ലൗ ബോക്സ് കൂൾഡ് ആണ്. ബാക്കിലേക്ക് നമുക്ക് ചാർജിങ് പോർട്സും
AC വെൻസും ലഭിക്കുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാർ കിട്ടിയ ഒരു വാഹനമാണ് സ്കോഡ സ്ലാവിയ എന്ന് പറയുന്നത്. കൂടാതെ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ കൊടുക്കാമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയാണ്. സോ നിങ്ങളൊരു മിഡ് സൈസ് സെഡാൻ നോക്കുന്നുണ്ട്, ആ സെഡാന് അത്യാവശ്യം നല്ലൊരു ലുക്ക് വേണം, ഒരു അപ്പിയറൻസ് വേണം, എന്നാൽ നല്ല പവറും വേണം എങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് സ്കോഡ സ്ലാവിയ. 20 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് EVs വരാം, MPVs വരാം, 7 സീറ്റർ വാഹനങ്ങളുണ്ട്, കൂടാതെ SUVs വരാം, സെഡാൻസ് വരാം. സോ ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗുഡ് ലുക്കിംഗ് സെഡാൻ വിത്ത് ഡ്രൈവിംഗ് എന്തൂസിയാസം ആൻഡ് ഫൺ ടു ഡ്രൈവ് ഒരു വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സ്കോഡ സ്ലാവിയ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.